السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. إلهي نجني من كل ضيق بجاه المصطفى خير الجميع. فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع. ബഹുവന്ദരായ SYSന്റെ ജില്ലാ കാര്യദർശി സുലൈമാൻ മുസ്ലിയാർ, ബഹുവന്ദരായ റസാഖ് മുസ്ലിയാർ, അബ്ദുൽ കരീം ഇസ്മാഹി, മറ്റു ഉസ്താദുമാർ, സ്നേഹമുള്ള പിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മബന്ധന്മാർ, അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അഖിലുകാരിൽ പെടുത്തുമാറാവട്ടെ. പൈശാചിക ശർറുകളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മരിച്ച മക്കളുടെ അത്താണി കൂടിയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാവ് ബഹുവന്ദരായ ബായാർത്ഥങ്ങൾ അല്ലാഹു ചെറുപ്രായത്തിൽ തന്നെ നാവിന് വല്ലാത്തൊരസുറും വലിയ തൗഫീഖും കൊടുത്തൊരു മുവഫഖായ സയ്യിദാണ് ബഹുവന്ദരായ ബായാർത്ഥങ്ങൾ. പതിനായിരങ്ങളുടെ അത്താണിയും തണലുമാണ്. മഹാനവറുകൾ നമുക്ക് നേതൃത്വം നൽകി ദുആ ചെയ്യാൻ ഇങ്ങോട്ട് വരുമ്പോ നീറുന്ന പ്രശ്നങ്ങളുമായി ഒരുമിച്ചുകൂടിയിരിക്കുന്നവരാണ് നമ്മളൊക്കെ. അതിന് തൊട്ടു മുമ്പുള്ള ചെറിയൊരു പ്രഭാഷണം, ഒരു വിഷയം വെച്ച് സംസാരിക്കാൻ പറ്റിയ സന്ദർഭവും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തങ്ങൾ ഉസ്താദ് നേരത്തെ എത്തുമെന്ന് അറിയിച്ചതുകൊണ്ട് ഒരു ദീർഘപ്രസംഗം നടത്താതെ ചില കാര്യങ്ങൾ നേരത്തെ ഉദ്ഘാടനത്തിൽ എന്റെ സുഹൃത്ത് ധാരാളം SYS എന്ന മഹത്തായ ഈ പ്രസ്ഥാനം, സംഘകുടുംബങ്ങൾ നടത്തുന്ന കാരുണ്യത്തിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള വലിയ കവാടമാണ്. സാധുക്കളുടെ ഒരു ചെറിയ ദുആ ലഭിക്കുന്നത് അത് ബറക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ. ഒരൊറ്റ മനുഷ്യന് ഈ വിഷയത്തിൽ തർക്കിക്കാനില്ല. കുന്തു വാഖിഫൻ ഇൻദ മീസാനിഹി, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന സാധുക്കൾ, രോഗികൾ, അവരുടെ കണ്ണീരൊപ്പുന്നവരുടെ തുലാസിനരികിൽ ഞാൻ നിൽക്കും. ഏതെങ്കിലും തരത്തിലൊരു പ്രയാസം അവരനുഭവപ്പെടുമ്പോ അത് അശ്ഫഉലുഹു, ഞാനവന്റെ ശഫാഅത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുക്കളുടെ കണ്ണീരൊപ്പുന്നവരെ കുറിച്ച് സന്തോഷിപ്പിക്കും വിധത്തിൽ എത്ര സ്വഹാബികൾ ആ വാക്ക് കേട്ടുകൊണ്ട് കണ്ണീരൊടുക്കി. അബുൽ ഹൈതമിനെ പോലെയുള്ള വലിയ വലിയ മുതലാളിമാർ
അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വാചകം കേട്ടുകൊണ്ട് വല്ലാതെ കരഞ്ഞു. അബുൽ ഹൈസമേ, എന്തു പറ്റി? അവിടെന്ന് പറഞ്ഞു, ഒരു സാധുവിന്റെ കണ്ണീരൊപ്പിയിട്ട് ഈ പാവപ്പെട്ടവൻ പിടയുന്ന കണ്ണീരൊടുക്കുന്ന സമയത്ത് അവിടുത്തെ ശഫാഅത്ത് എനിക്ക് കിട്ടുമല്ലോ. ആ ഒരവസ്ഥ ഓർത്തപ്പം ഞാനങ്ങ് കരഞ്ഞു പോയതാണ്. ധാരാളം സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ ചില വാചകങ്ങൾ കേട്ടുകൊണ്ട് സാധുക്കളെ രക്ഷപ്പെടുത്തുന്നവർ, സാധുക്കളെ സഹായിക്കുന്നവർ, സാധുക്കളുടെ കൈപ്പിടിക്കുന്നവർ, അവരുടെ മഹിമകൾ കേട്ട് സ്വഹാബത്ത് കണ്ണീരൊടുക്കിയ കാഴ്ചകൾ ഹദീസുകളൊക്കെ കാണാം. ഇന്ന് ദീർഘിപ്പിച്ച് പറയാതെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊരുത്തമുള്ള മക്കളിൽ നമ്മയൊക്കെ പെടുത്തുമാറാവട്ടെ. അവിടുത്തെ കഴുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞു ഒരു കാലഘട്ടത്തിൽ. യുവാക്കളെ ലോകത്തങ്ങനൊന്ന് കടിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞപ്പോ തലപൊക്കാൻ കഴിയാതെ അല്ലാ എന്ന് വിളിച്ച് കരഞ്ഞ ആ പച്ചക്കുബയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് ഈ ബറക്കത്തുള്ള മജ്ലിസ് വീക്ഷിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കഴുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞു. അവിടുന്ന് കണ്ണീരൊടുക്കി. ചോരപ്പൈതലായ ഫാത്തിമ എന്ന പൊന്നുമോൾ ഉപ്പ എന്ന് വിളിച്ച് ഓടി വന്നി ഖബ്ബലതുഹു, ഉപ്പാന അടച്ചുകൂട്ടി, ബാപ്പയെ അടച്ചുകൂട്ടി. ഫാത്തിമ എന്ന പൊന്നുമോളെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോളെ എന്ന് വിളിച്ച് റസൂലുള്ളാഹി കരഞ്ഞു. ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കുമ്പോ റസൂലുള്ളാഹി വല്ല ചിന്തയിലോ വേറെ വല്ല ടെൻഷനിലോ ആണ് എങ്കിൽ ഞാൻ നല്ല പറയും, നബിയേ, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമാന്റെ ഉമ്മ, ഫാത്തിമാന്റെ ഉമ്മ എന്നങ്ങ് പറഞ്ഞാൽ ഉടൻ റസൂലുള്ളാഹി എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. റസൂലുള്ളാഹി എന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ചിരിക്കും. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ടാണ് മുസ്ലിമീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലെ വലിച്ചെറിഞ്ഞ വസ്തുക്കൾ എടുത്തു മാറ്റുന്നത്. അവിടുത്തെ കാലുപൊട്ടി നെരിയാണി പൊട്ടി രക്തം പടുകയില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് ഒരു പല്ല് പോയിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, ആ പല്ല് വീണപ്പോൾ തെറിച്ചതല്ല, അതല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് ആ പല്ല് പോയതുമല്ല, ആ പല്ല് തെറിപ്പിച്ചതായിരുന്നു. റസൂലുള്ളാഹിന്റെ വായിൽ നിന്നൊരു പല്ല് പോയി. ജീവിതത്തിൽ ഒരു വിരൽത്തുമ്പ് വേദനിപ്പിക്കാൻ ആ മദീന പൂന്തോപ്പിൽ കിടക്കുന്ന നമ്മുടെ ഉപ്പാപ്പ നമ്മോട് പറഞ്ഞിട്ടില്ല. എന്റെ മക്കളെ, നിങ്ങളുടെ ഒരു വിരൽത്തുമ്പ് നിങ്ങളൊന്ന് വേദനിപ്പിച്ച് മരിക്കണമെന്ന് നമ്മുടെ ഉപ്പാപ്പ നമ്മോട് പറഞ്ഞോ? ഇല്ല. ലോകത്തൊരാളെയും അക്രമിക്കരുത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാജ്യത്ത് പൊട്ടുവച്ച ഹൈന്ദവ സഹോദരങ്ങൾ, കുരിശുവച്ച ക്രൈസ്തവർ അല്ലാഹു പടച്ച അവന്റെ അടിമകളാണ്. ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പടച്ചത് അല്ലാഹുവാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെ പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അടിമകളെ ആക്രമിക്കാൻ ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു അടിമയെ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹുവാണ് ഇവിടുത്തെ ഹൈന്ദവർക്ക് വെള്ളം കൊടുക്കുന്നത്, ഇവിടുത്തെ ക്രൈസ്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഖാലിഖായ റാസിഖായ റബ്ബിന്റെ അടിമകളെ ആക്രമിക്കാനോ വേദനിപ്പിക്കാനോ ഒരു തഖ്വയുള്ള മനുഷ്യനെയും അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. മുസ്ലിമീങ്ങളെ, അയൽപ്പക്കത്തുള്ള അമുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലുള്ള നായകളെ പോലും നിങ്ങൾ കല്ലെടുത്തെറിയരുത്. ഒരമുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലെ പട്ടികളെ പോലും നിങ്ങൾ ഉപദ്രവിക്കരുതേ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം തുഅ്മിനൂ ഹത്താ തുറാഹിമൂ, ആയിരക്കണക്കായ സ്വഹാബികളെ അമ്പരപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുത്തു. ഓ സ്വഹാബികളെ, ലം തുഅ്മിനൂ ഹത്താ തുറാഹിമൂ, നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനായി മരിക്കുകയില്ല. ആയിരക്കണക്കായ സ്വഹാബികൾക്ക് റസൂലുള്ളാഹി നൽകിയ പ്രഭാഷണമാണ്. അതിൽ സിദ്ദീഖ് തങ്ങളുണ്ട്, പുലിക്കുട്ടിയായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പോലെയുള്ള മുത്തുകളുമുണ്ട്. അവിടെന്ന് പറഞ്ഞു, കുല്ലുനാ റഹീം യാ റസൂലല്ലാഹ്,
ഞങ്ങളെല്ലാവരും പരസ്പരം കരുണ കാണിക്കുന്നവരല്ലയോ നബിയേ? ദാഹിച്ച് പിടയുമ്പോ അല്പം വെള്ളം ലഭിച്ചു. സക്കറാത്തിന്റെ വരിയുടെ ഘട്ടത്തിൽ സമുദ്രത്തിലെ വെള്ളം മുഴുവനും ലഭിച്ചാൽ കുടിച്ചു പോകുമല്ലോ പിതാക്കളെ. ദാഹം അങ്ങനെയല്ലേ? ആ സക്കറാത്തിന്റെ വരിയുടെ ഘട്ടത്തിലാണ് ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നത്. അവിടെന്ന് പറഞ്ഞു, എന്നെക്കാളും ദാഹിച്ച് പിടയുന്നത് അതാ കിടന്ന് പിടയുന്ന എന്റെ കൂട്ടുകാരാ, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കൂ. പിടയുന്ന സമയത്ത് അര ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോ കൂട്ടുകാരുടെ മുന്നിൽ സമർപ്പിച്ച സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കുല്ലുനാ റഹീം, നബിയെ ഞങ്ങൾ എല്ലാവരും പരസ്പരം കരുണ കാണിക്കുന്നവരല്ലയോ തങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബികളെ, ലൈസ ബിറഹ്മത്തി അഹദിക്കും സാഹിബഹു, നിങ്ങളിൽപ്പെട്ട ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കാണിക്കുന്ന കരുണയല്ല, വലാകിന്നഹാ റഹ്മത്തുന്നാസ്, ലോകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണം. വലാകിന്നഹാ റഹ്മത്തുന്നാസ്, ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരോടും കരുണ കാണിക്കണേ എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുമ്പിടി പ്രദേശത്തുള്ള ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, തീവ്രവാദമെന്ന് പറയുന്ന ഭീകരവാദമെന്ന് പറയുന്ന ആ രണ്ട് പദങ്ങൾ ഇസ്ലാമിന് അന്യമാണ്. ദീനിൽ അങ്ങനെയൊന്നില്ല. യുവാക്കളെ, ഭീകരവാദം അതൊരു മുസ്ലിമിന് യോജിച്ചതാണോ? തീവ്രവാദം ഒരു മുസ്ലിമിന് പാടുള്ളതാണോ? റസൂലുള്ള പഠിപ്പിച്ച ആശയങ്ങൾ നോക്കൂ നിങ്ങൾ. ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിച്ചു പോയൊരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാൻ പോകുന്ന സമയം വവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമദ്ലമ, ഏതെങ്കിലും ഒരു അമുസ്ലിമായ മനുഷ്യൻ ഈ നിസ്കാരത്തമ്പ് വെച്ച മുസ്ലിമായ വ്യക്തി എന്നെ ആക്രമിച്ചവനാണ്, യാ ഫത്താഹ്, ദൈവമേ പടച്ചവനെ, ഈ മുസ്ലിം എന്നെ ആക്രമിച്ചവനാണ് എന്നൊരു അമുസ്ലിമായ വ്യക്തി അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് പറഞ്ഞാൽ, മുസ്ലിമീങ്ങളെ ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാൻ ഈ മുസ്ലിമിന് പ്രയാസമാണ്. ഇത് പഠിപ്പിച്ച ഒരു ദീനിന്റെ മക്കളാണ് നമ്മൾ. ഒരാളെയും പരിഹസിക്കരുത്, ഒരു മതക്കാരെയും കളിയാക്കരുത്, ഒരു മതവിശ്വാസികളുടെയും ദൈവങ്ങളെ പുച്ഛിക്കരുത്. ഈ ഭൂമിയിലൊരു മതവിശ്വാസിയുടെ ദൈവങ്ങളെ പുച്ഛിക്കുന്ന മനുഷ്യൻ അവൻ തഖ്വയുള്ള വ്യക്തിയല്ല, അവൻ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള അടിമയല്ല. ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. യുവാക്കളെ, ദീനിന്റെ പടയാളികളെ, ഈ ഒരു സുന്ദരമായ ആശയം മനുഷ്യകുലത്തിൽ സമുദായത്തിന് നൽകിയ ഇസ്ലാമാകുന്ന സുന്ദരമതം ദീനുൽ ഇസ്ലാം. ആരോടും ഒരു വെറുപ്പുണ്ടാവരുത്, ഒരു മതക്കാരെയും കളിയാക്കരുത്. എന്തൊരു നല്ല ആശയമാണ് ദീന് പഠിപ്പിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളുടെ കഴുത്തിലാണ് മുസ്ലിമീങ്ങളെ കുടൽമാലകൾ വലിച്ചെറിഞ്ഞത്. ആ നബി തങ്ങളുടെ കാലുവെട്ടി നെരിയാണി വെട്ടി രക്തം പൊടുകി, അവിടുത്തെ വായിൽ നിന്നൊരു പല്ലുപോയി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച അവിടുത്തെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യർക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകി. ആയിരക്കണക്കായ സ്വഹാബത്തിന്റെ മനസ്സ് അവിടെ നിന്ന് പകർത്തിയെടുക്കും വിധത്തിൽ പറഞ്ഞു, എന്റെ സിദ്ദീഖേ, എന്റെ ഉമറേ, എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച എന്റെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ, ഉമറേ, എന്റെ സന്തോഷം എത്രയാ! ഉമറേ, എന്റെ സന്തോഷം എത്രയാ! എന്റെ പല്ല് തെറിപ്പിച്ച ആ കുട്ടിക്ക് അല്ലാഹു തൗബ സ്വീകരിച്ചപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ, ഉമറേ, എന്റെ ഒരു കുളിർമ എത്രയാണ്! മുഹമ്മദ് മുസ്തഫ, മുഹമ്മദുർ റസൂലുള്ളാഹി. ചൊല്ലു യുവാക്കളെ, മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നമ്മളൊക്കെ? ഈ ഉപ്പാപ്പയുടെ കുട്ടികളല്ലേ സഹോദരങ്ങളെ നമ്മൾ?
ഞാൻ ഒന്നുകൂടെ ആമുഖമായി ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന മജ്ലിസിൽ വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഉഹദ് യുദ്ധം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്കൊന്ന് ചെന്നു നോക്കി. എന്താണ് ഉഹദിന്റെ സ്ഥിതിഗതികൾ? ഒരു മനുഷ്യന്റെ കരളാട് മുസ്ലിമീങ്ങളെ കടിച്ചു തുപ്പിയിരിക്കുന്നത്. ലോകത്ത് അങ്ങനൊക്കെ കഴിഞ്ഞില്ലേ, പറയാൻ എളുപ്പമുണ്ട്. ഒരു മനുഷ്യന്റെ കരളാണ് പിച്ചു ചീന്തിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ആരുടെ കരളാണത്? ഒരൊറ്റ മനുഷ്യനെ വേദനിപ്പിക്കരുതേ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കരള് പിച്ചു ചീന്തുന്ന അവസ്ഥ കണ്ടപ്പോ ചോദിച്ചുപോയി, ആരുടെ കരളാണത്? ചെന്നു നോക്കുമ്പോ സ്വന്തം ബാപ്പയുടെ രക്തമായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, ഹംസത്ത് എന്നവരുടെ കരളാട് മുസ്ലിമീങ്ങളെ കടിച്ചു തുപ്പിയിരിക്കുന്നത്. 5 വയസ്സുള്ളപ്പോ ആമിന ബീവി എന്ന ഉമ്മയുടെ കൂടെ ഇരിക്കുന്നു. ഉമ്മാന്റെ മുഖത്ത് നോക്കും, ചായ കുടിക്കും, വീണ്ടും നോക്കും, അവിടുന്ന് കരയും. ഉമ്മയുടെ ചാരത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന 5 വയസ്സുള്ള ആ പൊന്നുമോൻ മാതാവിന്റെ മുഖത്ത് നോക്കി കണ്ണീരൊടുക്കിയപ്പോ ഉമ്മ ആ കണ്ണീരിങ്ങനെ വടിച്ചെടുത്തിട്ട് പറഞ്ഞു, മോനെ എന്തിനാ എന്റെ കരട് കരയുന്നത്? ആ കുട്ടി ചോദിച്ചു, ഉമ്മ എന്റെ ഉപ്പയുടെ മുഖം ആരുടെ മുഖം പോലെയായിരുന്നു? ഉമ്മ എന്റെ ഉപ്പാന്റെ മുഖം. അത് ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഈ മോൻ 5 വയസ്സുള്ളപ്പോ ഇങ്ങനൊന്ന് ചോദിക്കുമെന്ന് പെട്ടെന്ന് ഓർത്തില്ല. അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ എന്റെ ഉപ്പയുടെ മുഖം ആരുടെ മുഖം പോലെയായിരുന്നു? മോനെ നിങ്ങളുടെ ബാപ്പയുടെ മുഖം കാണണോ? ഹംസത്തിനെ പോലെയുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ മതി. ആ ഹംസത്തെന്നവരുടെ കരളാണ് ദീനിന്റെ പടയാളികളെ കടിച്ചു തുപ്പിയിരിക്കുന്നു. മഹാനായ ഹംസത്തെന്നവര് അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ നിൽക്കുമ്പോ ഉമർ ഇങ്ങനെ വരും. അന്നത്തെ ഉമർ, ഇന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമറുൽ ഫാറൂഖ് ഇങ്ങനെ വരുമ്പോ ഹംസത്തെന്നവർ ചോദിക്കുക, യാ ഉമർ, ഉമറേ നിങ്ങൾ എങ്ങോട്ടാണ്? അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ മുത്തുനബിയുടെ അരികിലേക്കാണ്. ഉടൻ തന്നെ ഹംസത്തെന്നവര് പറയാ, ഉമറേ എങ്ങനെയാ പോകുന്നത്? ആ നല്ല മനസ്സോടല്ലേ? നല്ല മനസ്സോടല്ലേ? അല്ല എങ്കിൽ ഹംസത്താണ് ഈ നിൽക്കുന്നത്, വിടൂല നിന്നെ ഞാൻ. ഹംസത്തെന്നവരുടെ മനസ്സിലെ ഇഷ്കാണ് ഈ പറയുന്നത്. ഹംസത്തെന്നവര് പറയാ, ഉമറേ ഹംസത്താണ് ഈ നിൽക്കുന്നത്, ഓർത്തുപോയിക്കോ കേട്ടോ. ആ ഹംസത്തെന്നവരുടെ കരളാണ് യുവാക്കളെ കടിച്ചു തുപ്പിയിരിക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, എന്റെ ബാപ്പയുടെ രക്തമായ ഹംസത്തെന്നവരുടെ കരള പിച്ചു ചീന്താൻ ഒടിയൊരുങ്ങിയ കാട്ടാളൻ വഹ്ശി എന്നവനെ നിങ്ങൾ വിട്ടേക്കരുത്, നിങ്ങൾ പാഠം പഠിപ്പിക്കണം. ഒരാളെയും ഒരു ഉറുപ്പിനെ പോലും വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ഇങ്ങനെ പിടയുന്ന ബാപ്പയുടെ രക്തമായ ഹംസത്തെന്നവരുടെ ആ പിടച്ചിൽ കണ്ടപ്പോൾ പറഞ്ഞു, ആ ബാപ്പക്ക് തുല്യമുള്ള ഹംസത്തിനോട് കളിച്ച കാട്ടാളനെ നിങ്ങളാരും വിടരുതേ സ്വഹാബികളെ. മുസ്ലിമീങ്ങളെ റസൂലുള്ള പറഞ്ഞ സ്വഹാബത്ത് അടങ്ങിയിരിക്കും, നബിത്തങ്ങൾ പറഞ്ഞ സ്വഹാബത്ത് അടങ്ങിയിരിക്കൂ. ദിവസങ്ങളും മാസങ്ങളും അങ്ങ് കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ ആ വഹ്ശി എന്ന കാട്ടാളൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ മുഖമങ്ങോട്ട് മറച്ചു വരുന്നു. യാ റസൂലല്ലാഹ് അന്ത റഹ്മത്തുൽ ലിൽ ആലമീൻ, അങ്ങ് പാവങ്ങളുടെ അത്താണിയല്ലയോ നബിയേ. അന്ത ദുർറത്തുൽ അംബിയാ, അങ്ങ് അംബിയാക്കളുടെ മുത്തല്ലയോ. അന്ത റൗളത്തുൽ ഉലമാ, അന്ത മൽജഉൽ ഖുറബാ, സാധുക്കളുടെ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന അങ്ങ് യാ ഹബീബ്. ഉഹദ് എന്ന് കേൾക്കുമ്പോ അവിടുത്തെ കൽബ് പൊട്ടൂല നബിയേ. ആ ഉഹദിൽ വെച്ച് പിടയുന്ന ഹംസത്തെന്നവരെ കണ്ണിൽ പതിയുന്നുണ്ടോ തങ്ങളെ? ഹംസത്ത് എന്ന പേര് കേൾക്കുമ്പോ കാട്ടാളനായ ഒരു വഹ്ശിയെ മറക്കുമോ നബിയേ? ആ വഹ്ശിയെങ്ങാനും ഈമാനിന്റെ വെളിച്ചം തട്ടി സ്വർഗത്തിൽ പാറിക്കളിക്കാൻ കൊതിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വന്നാൽ ആട്ടിവിടുമോ നബിയേ? യുവാക്കളെ റസൂലുള്ള പറഞ്ഞു,
വഹശി എന്ന് കേൾക്കുമ്പോൾ ഉഹദിലിങ്ങനെ പിടയുന്ന എന്റെ ചോരയെ, എന്റെ കുഞ്ഞിപ്പയെ, എന്റെ എളാപ്പയെ കണ്ണിലങ്ങനെ പതിയുന്നു. വഹശി അപ്പ എന്റെ എളാപ്പ കണ്ണിൽ പതിയും. എന്നാലും ആ വഹശി എന്നാലും മോനെ സ്വർഗത്തിൽ കടക്കാൻ മോഹിച്ചുകൊണ്ട് എന്റെ അരികിലേക്ക് വന്നാൽ ഞാൻ അവന്റെ കൈ പിടിക്കും. ചിലപ്പോൾ അവന്റെ മുഖത്ത് നോക്കില്ല. കാരണം എന്റെ എളാപ്പ കണ്ണിൽ പതിഞ്ഞാലോ ഞാൻ അവന്റെ മുഖത്ത് നോക്കില്ല. പക്ഷേ ഞാൻ അവന്റെ കൈ പിടിക്കും. മുഖത്തുള്ള തുണി അങ്ങോട്ട് പൊക്കിയിട്ട് അന വഹശി യാ റസൂലല്ലാഹ്, നബിയേ ഞാനാണ് ആ വഹശി. യജമാനത്തിൽ നിർബന്ധിച്ചു, ഞാനത് ചെയ്തു. ഞാനാണ് ആ വഹശി. ഹംസത്തെന്നവരെ തട്ടിക്കളിക്കാൻ പാടുപെട്ടവൻ ഞാനാണ് നബിയെ. എന്റെ യജമാനത്തി എന്നെ പിടിച്ച് നിർബന്ധിച്ചപ്പോ ഞാനൊരു അടിമയായി, ഞാനത് ചെയ്തു. യാ റസൂലല്ലാഹ്, എനിക്ക് നന്നാവണം. മുസ്ലിമീങ്ങളെ, ഹംസത്തെന്നവരുടെ പേര് കേൾക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ ചൊല്ലു. മുസ്ലിമീങ്ങളെ, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ കറാർ, ഇമാം വഹ്ശി റളിയല്ലാഹു അൻഹു. നോക്കി നിങ്ങൾ, ഹംസത്ത് എന്നവരുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് ഒരു മുസ്ലിം ചൊല്ലുന്നത്? റളിയല്ലാഹു അൻഹു. അതേ തർദിയത്തിൽ ഹംസത്തെന്നവരെ കൊണ്ട് തട്ടിക്കളിക്കാൻ പാടുപെട്ട വഹ്ശിയുടെ പേര് കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നാട്ടുകാരെ നമ്മൾ? ഈ ഉപ്പാപ്പയുടെ കുട്ടികളല്ലേ പാവങ്ങളായ നമ്മൾ? മത്താ മദീന പള്ളിയെ കിടിലം കൊള്ളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ചോദ്യമാണ്, മത്താ അൽഖാ, ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും, ഞാൻ എന്റെ കുട്ടികളെ എന്ന് കണ്ടുമുട്ടും. സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള മുത്തുകളുടെ ചോദ്യം, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ തങ്ങളെ, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ? ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൽ വഔലാദി, ആരാണ് എന്റെ മക്കളെന്ന് അറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്റെ ഉമറേ, എന്നെ കാണുക പോലും ചെയ്യാത്ത, എന്റെ കൂടെ നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത, എന്റെ മദീന പള്ളിയിൽ വെച്ച് ഞാൻ അങ്ങ് വഅദ് പറയുമ്പോൾ എന്റെ വഅദ് കേൾക്കാനും ഭാഗ്യം ലഭിക്കാത്ത ധാരാളം സാധുക്കൾ, പാവങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവര് പാവങ്ങളാണ് ഉമറേ. എന്നോട് വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യുകയില്ല, എന്റെ ദീനിനോട് വെറുത്തുകൊണ്ട് ആ സാധുക്കളൊന്നും ചെയ്യുകയില്ല. മത്താ അൽഖാ, ആ മക്കളെ ഞാനൊന്ന് കണ്ടുമുട്ടും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്, ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നമ്മൾ? ഈ ഇരിക്കുന്ന നമ്മ ഓർത്ത് ഞാൻ ഉസ്താദുമാരി മുമറാക്കൾ തിരിച്ചു പറയല്ലേ? നമ്മ ഓർത്തുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ എന്റെ കുട്ടികളെ എന്ന് കാണും. ഞങ്ങളല്ല അവിടുത്തെ മക്കൾ അല്ല, എന്നെ കാണാത്ത, എന്റെ കൂടരിക്കാൻ കഴിയാത്ത ഒരുപാട് മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവർ എന്റെ മക്കളാണ്, അവർക്ക് എന്നെ കാണാൻ ആഗ്രഹമുള്ളവരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നബി തങ്ങളുടെ മക്കളല്ലേ യുവാക്കളെ, എന്റെ പിതാക്കളെ, സാധുക്കളായ നമ്മൾ? ആ നബി തങ്ങൾ നമ്മുടെ നെഞ്ചിലുണ്ടോ, ഹൃദയത്തിലുണ്ടോ? അത്തൈതു ഇലൈക യാ സനദി വഅൻത ദഖീറതി ലിഗദി ശഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൻ ഗൗസി റസൂലല്ലാഹ്. നീണ്ട മാസങ്ങളോളം നിരങ്ങി നടന്നിൽ, ഞാനത് നീട്ടുന്നില്ല. നിരങ്ങി നടന്ന് പച്ചക്കുബയുടെ ചാരത്തെത്തിക്കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, പാവങ്ങളുടെ, യാ മൽജ അൽ ഖുറബാ,
പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന നബിയേ, അങ്ങ് എന്നെ കാണുന്നില്ലേ? ഞാൻ അങ്ങയെ കാണുന്നില്ല. ഈ മുടന്തൻകാരുമായി നിരങ്ങി വന്ന ഈ കുട്ടിയെ അങ്ങ് കാണുന്നില്ലേ? അങ്ങയുടെ ചാരത്ത് വന്നൊരു സലാം പറയാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ മുഖം ഒരു നോക്ക് കാണാൻ ആശയമുണ്ട്. മാസങ്ങളോളം നിരങ്ങി നടന്ന് ഖുബയുടെ പരിസരത്ത് ഞാൻ എത്തിയിരിക്കുകയാണ്. അത്തൈതു ഇലൈക യാ സനദി വഅൻത ദഖീറതി ലിഗദി ശഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൻ ഗൗസി റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ ഭാഗ്യം ലഭിച്ചു. മൻ അൻത അൻത ശംസുൻ അൻത ബദറു അൻത ശംസുൻ അൻത ബദറു. അങ്ങ് ബദറാണോ ശംസാണോ? മൻ അൻത, ആരാണ് നിങ്ങൾ? മോനെ, അന റസൂലുള്ളാഹ് വ അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചു പോയ ആ മുത്തുകളാണ് മുസ്ലിമീങ്ങളെ, സാധുക്കളായ നമ്മോട് പറയുന്നത്. റസൂലുള്ള പറഞ്ഞൊരാശയം അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിടിച്ചോളൂ നിങ്ങൾ, പിടിച്ചോളൂ നിങ്ങൾ മുഹമ്മദ് മുസ്തഫ. കാലഘട്ടം ഫസാദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹിനെ നെഞ്ചിലേറ്റാത്തവർ മുഴുവനും വിരല് കടിക്കും. പിടിച്ചോളൂ നിങ്ങൾ നബിത്തങ്ങളെ. വകുല്ലു സഅബിൻ, എല്ലാ പ്രശ്നങ്ങളും എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ ഒന്നും ആരില്ലാത്ത വിധത്തിൽ കഴിഞ്ഞുകൂടേണ്ടുന്ന സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. എനിക്കത് പറയുമ്പോ ഒരു വേദനയുണ്ട്. ഈ അടുത്ത് സ്വന്തം ഉമ്മയെ നല്ലൊരു മനുഷ്യൻ ഗൾഫുകാരനായി പോയി. അവൻ പെറ്റ ഉമ്മാനെ തൃശൂരിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്ന കാഴ്ച, ഉമ്മാനെ കൊണ്ടുപോകുന്നു. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഞാനിപ്പത് പറഞ്ഞാ എന്തെല്ലാം പാളിപ്പാളി, ഞാനിത് പറഞ്ഞാ അതെല്ലാം പാളിപ്പാളി. ഞങ്ങൾ ആലോചിച്ച് നോക്കി, വൃദ്ധസദനത്തിലേക്ക് ഒരു ഉമ്മാനെ കൊണ്ടുപോയപ്പോ തൃശൂർ ടൗണിലെത്തി. മോനേന്ന് വിളിച്ച് ഉമ്മ കരയാ. ആരാണ് നോക്കണം? പെറ്റ തള്ളയെ ഭാര്യയുമൊത്ത് ഗൾഫിൽ പോയി സുഖിക്കാൻ വേണ്ടി ഒരു തള്ളനെ തൃശൂർ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകും. മോനെ എന്ന് വിളിച്ച് കരഞ്ഞാൽ നിങ്ങൾ പറയും അതിന്റെ അവസ്ഥ എന്താണ്? ഞാൻ കുറെ ചരിത്രം പറഞ്ഞത് കൊണ്ടായില്ലല്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങൾ പോകട്ടെ. അപ്പൊ ഉമ്മാന്റെ കടുത്ത് കോടി നിറക്കുന്നത് പോലെ അടുത്തൊരു കാലം. മാത്രമല്ല എന്റെ സഹോദരങ്ങളെ, സാധുവായ ഉമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ച രംഗം അല്ലാഹു തആല കാക്കട്ടെ. നല്ല മാർബിള പതിച്ചൊരു വീട്. ഞാൻ സ്ഥലം പറയണ്ട, കേട്ടുകേൾവിയല്ല. ആ ഉമ്മാൻ എനിക്ക് പരിചയമുള്ളൊരു തള്ളയാണ്. ഒറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്ത ഉമ്മയാണ്. യുവാക്കളെ, ഞാൻ കഥ പറയല്ല. നമ്മുടെ നാട്ടിൽ സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയും. വാക്യാത്തുകളാ ഞാൻ ഈ പറയുന്നത്. നല്ല മാർബിൾ പതിച്ചൊരു വീട്. അങ്ങനെ വീട്ടില് സുബ്ഹാനല്ലാഹ്, മകൻ വൈകുന്നേരം വീട്ടിലേക്ക് അടഞ്ഞപ്പോ അയാളെ ഭാര്യ പറയാ, നിങ്ങളെന്താ കുറെ കോടികൾ മുടക്കിയിട്ട് മാർബിൾ പതിച്ച വീടുണ്ടാക്കിയിട്ടെന്താ? ഒന്ന് പോയി നോക്കി വരാന്തയിലേക്ക് 4 മനുഷ്യൻ കയറി വരുന്നോടത്ത് നിങ്ങളെ ഉമ്മ മൂത്രം വെച്ച് ബെടക്കാക്കിയിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ വാക്ക് നോക്കി നിങ്ങൾ. ഈ പെണ്ണ് ബെടക്കായാലേ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ അരക്കൈക്ക് പറ്റൂല. പാലക്കാട് ഭാഷ ഇപ്പൊ പറയുന്നില്ല. നന്നായാലോ ഇത്ര നല്ല മുത്തുകൾ വേറല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാളിയും പടപ്പാണ്. ബെടക്കായ ശരിക്കും പറയേണ്ടി വരും. ബെടക്കായ നമ്മളെ ഭാര്യ ബെടക്കായ, ഞാൻ ആ പച്ചീരങ്ങ് പറയട്ടെ. നമ്മുടെ ഭാര്യ ബെടക്കായ പൊന്നാരാജ്യരെ ഒന്നിനും പറ്റൂല. നന്നായ ഇത്ര മാണിക്കക്കല്ല് വേറല്ല. ബെടക്കായ വില കണ്ട സ്ത്രീകള് അല്ലാഹു ആലം എന്തെങ്കിലും ഒരു 10 ശക്തി പറയണ്ടേ. അവര് ബെടക്കായ ഒന്നിനും പറ്റൂല. നന്നായ ഇത്ര നല്ല മുത്തുകൾ വേറല്ല. അപ്പൊ ഈ പെണ്ണെ നോക്കി നിങ്ങൾ, 4 മനുഷ്യൻകാര് വരുന്നോടെ തന്നെ ഞങ്ങൾ ഉമ്മ മൂത്രം വെച്ച് ബെടക്കാക്കിയിട്ടുണ്ട്.
ആ ഗീറത്തിന് മകനങ്ങ് പോയി അല്ലാഹു തആല കാക്കട്ടെ. 4-5 മാസങ്ങൾക്ക് മുമ്പ് ഒരാളെ എന്നെ വാതിന് ക്ഷണിച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ വാതിന് ക്ഷണിച്ച ആളെ കാണുന്നില്ല. അപ്പൊ ഇവിടെ ക്ഷണിച്ച ആളെ കാണുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കൂലേ എവിടെ ഫുലാനും ഫുലാൻ? അപ്പൊ ഞാൻ അവിടെ പോയി. ഞാൻ ചോദിച്ചു എവിടെ ഫുലാന്ന് ചോദിച്ചു. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാര് പറയാ അയാളെ മൂക്ക് പൊട്ടിയിട്ട് ആശുപത്രി കിടക്കണം ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു മൂക്ക് പൊട്ടി? മൂക്ക് എങ്ങനെ പൊട്ടിയത്? അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ് ഉസ്താദേ. ഇയാള് പറയാന്ന്. ഞാൻ ഉസ്താദുമാരെത്തിയിട്ട് ഒരു കഥ പറയല്ല, ഞാൻ അനുഭവിച്ചത് പറയാ. അപ്പൊ അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ്. ഞാന് ചെറിയൊരു ചോട്ടക്കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ആ മക്കളെ വിളിച്ചിട്ടൊരു മക്കളെ നിങ്ങൾ ആ താത്താനോട് പോയിട്ട് നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചു ചോദിക്കും നിങ്ങൾ? മക്കളല്ലേ, അവർക്ക് ആകാശം ഭൂമി വേറെ ഒന്നുമില്ല. നല്ല മനസ്സിന്റെ ഉടമകളെ ചെറിയ കുട്ടികൾ അവർ ഓടിച്ചെന്നിട്ട് താത്ത ആ ബാലിന് വന്ന ഉസ്താദ് പറഞ്ഞയച്ചതാണ്. നിങ്ങൾ നല്ല മനസ്സ്. ആ ബാലിന് വന്ന ഉസ്താദ് പറഞ്ഞയച്ചതാ. നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചുന്ന് മൂക്കത്തടിച്ചുന്ന ഉസ്താദ് അതാ ചോദിക്കണേ. എന്താ താത്ത പറഞ്ഞതറിയോ? മക്കളെ കൂർക്കമ്പലി കുറച്ച് ഓവറാണ്, ഉറക്ക് കിട്ടണില്ല, എല്ലാ ദിവസവും കൂർക്കമ്പലി ഓവറായപ്പോ അത് കൊടുത്തതാണ്. ചെറിയ എങ്ങൾക്ക് തിരിഞ്ഞ കൂർക്കമ്പലി തിരിഞ്ഞങ്ങൾക്ക് ഇതിനെന്താ പറയാ? ഒന്ന് മൂളിയാബിലേ കൂർക്കമ്പലി. അപ്പോ ഈ 10 മറിച്ച ചട്ടകല്ലേ, ആ ചട്ടക എടുത്തിട്ടൊന്ന് കൊടുത്തു. കല്യാണം കഴിച്ചവരൊക്കെ ഒരാഴത്തെ കുറിച്ച് ഓതി കടന്നോളിട്ടാ. എപ്പടാ കിട്ട ഈ ബറകത്തൊക്കെ നമ്പിട്ട് കടന്നുറങ്ങാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. നല്ല തമാശ കൂടെ അങ്ങ് പറയാം. കല്യാണം കഴിച്ചവരൊക്കെ വേണമെങ്കിൽ ഒരാഴത്തെ കുറിച്ച് ഓതിക്കോളിക്കോ, അല്ലെങ്കിൽ കിട്ടും മൂക്കും പൊട്ടും എല്ലാം പൊട്ടും, വേണമെങ്കിൽ ശ്രദ്ധിച്ചു. അപ്പൊ ഏതായാലാവട്ടെ ഈ പെണ്ണ് അല്ലേ അത് പിന്നെ അങ്ങനെ ഉണ്ടാവുന്നു. അത് പിന്നെ സ്വാഭാവികമാണ്. പിന്നെ തങ്ങളാപ്പ വരൂലെന്നൊരു പ്രചരണമുണ്ട്. തങ്ങളാപ്പ വരും, അത് ബായാർത്ഥങ്ങളാണ്. തങ്ങളാപ്പോട് അത് 10 ചിലപ്പോൾ പ്രസവിച്ചോട്ടെ വെച്ചിട്ടായിരിക്കും കുറിച്ചും ഉപയോഗിച്ചു. അക്കാര്യം തങ്ങളാപ്പാനെ കുറിച്ച് നല്ല അറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മളെ ഈ സമുദായത്തിലെ മുത്താണ് ബഹുനിരായ ബായാർത്ഥങ്ങൾ. തങ്ങളാപ്പ വരുന്ന ധൈര്യത്തിലിരുന്നു. തങ്ങളാപ്പ കൊടുത്തു, നിങ്ങളാപ്പ ഇവിടുന്ന് പേടിക്കണ്ട. അല്ലാഹു തആല ഹയാത്ത് കൊടുത്ത് അല്ലാഹ് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഹയാത്ത് ഉണ്ടെങ്കിൽ ഇവിടെ എത്തും, നിങ്ങളാ പേടിന്ന് പേടിക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ മനുഷ്യൻ പറയാ ഈ പെണ്ണെ 4 മനുഷ്യൻ കയറി വരുന്നോടെ തന്നെ ഞങ്ങളെ ഉമ്മ മൂത്രമൊഴിച്ച് ബെടക്കാക്കിയിട്ടുണ്ട്. ഈ വിഷയം തീരും മറന്നില്ലല്ല. ഇയാളങ്ങ് പോയപ്പോ ഈ ഉമ്മ ഒറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്ത 75 വയസ്സുള്ളൊരു തള്ളാന്ന്. ആ ഉമ്മാന്റെ കൈ കൊണ്ട് കുറെ ചായ ഒടിച്ചിട്ടുണ്ട്. ഒറ്റ തഹജ്ജുദ് ഒഴിവാക്കൂല. അപ്പൊ ആ ഉമ്മ ഇങ്ങനെ ചുമച്ചിട്ടേ കസാലിയിൽ നിന്ന് ചുമച്ച് അറിയാതെ മൂത്രമൊഴിച്ചതാ. അപ്പൊ ഈ മോൻ ചോദിക്കാണ്, ഇതെന്താണ് ഉമ്മാൻ മൂത്രത്തിലേക്ക് ചൂണ്ടിയിട്ടേ? അപ്പൊ ഉമ്മ പറയും, മോനെ എനിക്ക് വയ്യടാ, നീ പോയത് മുതൽ ഞാൻ ചുമക്കാൻ തുടങ്ങിയതാ. അവളോട് ചോദിച്ചോക്ക്. ഉമ്മ ചാടിച്ചിട്ടില്ല, ചോറൊഴിച്ചിട്ടില്ല. ഉമ്മാക്ക് വയ്യ. ഈ മക്കളെ കാണുമ്പോഴല്ലേ ഈ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ മനസ്സങ്ങ് തുറക്കുക. അപ്പൊ ഈ ഉമ്മ പറയ, വയ്യ മോനെ, ഞാൻ ഇങ്ങനെ ചുമച്ചപ്പോ അങ്ങ് മൂത്രമൊഴിച്ചതാണ്. ഉമ്മാന്റെ മുഖത്ത്, എടാ നിന്റെ കൈ പുഴുക്കളരിക്കൂലടാ, നിന്റെ കൈ പുഴുക്കളരിക്കില്ല, നീ ആരുടെ മുഖത്താ കൈവച്ചത്? മുസ്ലിമീങ്ങളെ, ആ സാധുവായ ഉമ്മ മകന്റെ അടി കൊണ്ട് കസാരയിൽ നിന്ന് വീണതും ഉമ്മാന്റെ വയറ്റിലേക്ക് ഒരു ചവിട്ടവൻ. ശ്വാസം കിട്ടാതെ പിടഞ്ഞ് പൊന്നുമോന്റെ മുഖത്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഉമ്മ മരിച്ചു. ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്റെ ഉമ്മ ഇങ്ങനെ പിടയുമ്പോ 2 വട്ടം മോനെ, 2 പ്രാവശ്യം ശ്വാസം കിട്ടാതെ പിടയുമ്പോ എന്റെ ഉമ്മ എന്നെ മോനെ എന്ന് വിളിച്ചു. എന്റെ അനുജ പോയി നോക്കട്ടോ നിന്റെ ഉമ്മ. ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു ലോകത്ത് പടച്ചിട്ടുള്ളൂ. ഒന്ന് ഉമ്മയാണ്, രണ്ടാമത്തൊരു മുത്ത് നമ്മുടെ ഉപ്പയുമാണ്. ഒന്ന് ചൊല്ലൂ നിങ്ങൾ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകൾ. ഒരു ഭാര്യ മരിച്ചാൽ വേറെ പെണ്ണിനെ കിട്ടും, ഒരു സഹോദരി മരിച്ചാൽ വേറെ സഹോദരിയെ ലഭിക്കും. മോനെ, നിന്റെ ഉമ്മ മരിച്ചാൽ അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കട്ടെ.
മോനെ നിന്റെ ഉമ്മ മരിച്ചാൽ $25 ലക്ഷം കൊടുത്തിട്ട് ഈ കേരള മണ്ണിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നീ ഒരു ഉമ്മാനെ വാങ്ങുക. നിനക്കൊരു ഉമ്മാനെ കിട്ടുമോ? നിന്റെ ഉപ്പ ഉള്ളപ്പോൾ ഉപ്പാനെ കുറിച്ചറിയില്ല. നിന്റെ ഉപ്പയുടെ കണ്ണടഞ്ഞാൽ, മോനെ നിന്റെ ബാപ്പയുടെ കണ്ണടഞ്ഞാൽ 25 ലക്ഷം കൊടുത്തിട്ടൊരു ഉപ്പാനെ കിട്ടുമോ? ഈ ഭൂമിയിൽ എന്ത് കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകളെ അള്ളാഹു പടച്ചിട്ടുള്ളൂ. ഒന്ന് ഉമ്മയാണ്, രണ്ടാമത്തൊരു മുത്ത് നമ്മുടെ ഉപ്പയുമാണ്. ഒന്ന് ചൊല്ലു മുസ്ലിമേ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഫദ്ദല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. മൻ ഫദ്ദല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ വഅദ് പറയുന്ന മുസ്ലിയാരാവട്ടെ, എത്ര ദർസ് നടത്തുന്ന മുസ്ലിയാരാവട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പെറ്റ ഉമ്മയേക്കാൾ ഭാര്യമാർക്ക് വല്ല സ്ഥാനം കൊടുക്കുന്ന എത്ര നല്ല ആബിദാണോ, യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൽ അൽഫ റക്അ, ഒരു ദിവസം 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ഒരു ആബിദാണ്. പക്ഷേ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഹജ്ജ് ചെയ്തവനാണ്. മോനെ നിന്റെ ഉമ്മയേക്കാൾ നിന്റെ ഭാര്യയ്ക്ക് വല്ല പദവിയും നീ ഉണ്ടാക്കിയ വീട്ടിൽ, തറവാട്ടിൽ നിന്ന് നിനക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. നീ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ വീട്, ആ വീട്ടിൽ നിന്റെ ഉമ്മയേക്കാൾ നിന്റെ ഭാര്യയ്ക്ക് വല്ല പദവി കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അബൂജഹലിനെ പോലെ നമ്രൂദിനെ പോലെ അവൻ ശാപത്തിന്റെ ഉടമയാണ്. ചൊല്ലു ചെറുപ്പക്കാരെ, ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ഇടങ്ങാറായോ? നിങ്ങൾ തണുത്ത പോലെ ഇരിക്കല്ലേ ഇട്ടാ, തങ്ങളപ്പം ദുരുവളും വയറുകാരാണ്. നിങ്ങൾ സ്ട്രോങ് ഇരിക്കും. ഖാല റസൂലുള്ളാഹി. ഞാൻ പറയുന്നത്, മാതാപിതാക്കളെക്കാൾ ഭാര്യമാർക്ക് വല്ല പദവി കൊടുക്കുന്ന, നമ്മുടെ ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് വല്ല സ്ഥാനം കൊടുക്കുന്ന ഏത് മനുഷ്യനും അബൂജഹലിനെ പോലെ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. എന്റെ സ്വഹാബികളെ, അവർ നമ്രൂദിനെ പോലെ, അബൂജഹലിനെ പോലെ, അബൂലഹബിനെ പോലെ ശാപത്തിന്റെ ഉടമകളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ മുസ്ലിമീങ്ങളെ, ഇത് തർക്കണ്ട, ഇത് കളിക്കേണ്ട വിഷയമല്ല. നമ്മുടെ ഉമ്മ, ഞാനിപ്പോ ഒരു ചരിത്രങ്ങൾ പറഞ്ഞ ഒരു മണിക്കൂർ തികക്കാൻ കഴിയാത്തവനല്ലെന്ന് ആമുഖത്തിൽ പറഞ്ഞു നിങ്ങളോട്. നമ്മുടെ ഈ വഅദ് പറയുന്നവൻ, ഞാൻ സ്വന്തമായി നിർമ്മിച്ച എന്റെ വീട്, ആ വീട്ടിൽ എന്റെ ഉമ്മയേക്കാൾ ഒരു ചെറിയ സ്ഥാനം ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ ഞാൻ എന്തിനു വഅദ് പറയണം? ദുഷ്ടൻ, നന്ദി കെട്ടവൻ, എന്നെക്കാളും മോശപ്പെട്ടവൻ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ആരാണ്? എന്റെ ഉമ്മയേക്കാൾ എന്റെ ഭാര്യയ്ക്ക് ഞാൻ സ്ഥാനം കൊടുക്കേ, ഞാൻ ഒരു ബുദ്ധിയുള്ളവനാണോ? എന്നെ എന്തിനു പറ്റും യുവാക്കളെ? ഇത് മുഹമ്മദ് മുസ്തഫ. ചില ആളുകളൊക്കെ പറയും, ആ കള്ളനെ ഹജ്ജിനും കൊണ്ടുപോയി. ഈ അടുത്തിട്ടും പറഞ്ഞതാണ്, ആ കള്ളനെ ഉസ്താദെ ഹജ്ജിനും കൊണ്ടുപോയി, ആ ബാപ്പാനെ ഉംറക്കും കൊണ്ടുപോയി. നന്നില്ലാതെ തന്തക്കും തള്ളക്കും ദ്വാരക്കും. അവിടെ ഉണ്ടല്ലോ ഈ ദ്വാരക്കാൻ പെട്ടെന്ന് പൊന്തുവനോ. നോക്കി, നിങ്ങളെ തള്ളക്കും തന്തക്കും നന്നില്ല. എന്റെ അനുജാ, എന്താണടാ നീ ആ പറഞ്ഞത്? തള്ളനെ ഹജ്ജിനും കൊണ്ടുപോയി, ആ തന്തനെ ഉംറക്കും കൊണ്ടുപോയിന്നോ? മോനെ, നിന്റെ മരണം വരെ നീ നിന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു, ഈ ഭൂമിയിൽ വെച്ച് നിനക്ക് പറയാൻ കഴിയില്ല. നീ എന്ത് ചെയ്തു കൊടുത്താലും. ഇപ്പൊ ഹജ്ജിന്റെ സീസൺ, ഹജ്ജിന്റെ സമയങ്ങളാണ്. ഉസ്താദുമാർ ഉമറാക്കളൊക്കെ അവിടെ ഒന്ന് നോക്കി നിങ്ങൾ, ഹജ്ജിന്റെ സമയങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, മിനയിലൊക്കെ വെച്ച് വലിയ വലിയ ഉസ്താദുമാർ 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ മിനയിൽ മഗ്രിബ് നിസ്കാരവും ഇശയും കൂടി നേരത്തെ നിസ്കരിച്ചിട്ട് പിന്നെ നല്ല സമയമുണ്ടാകുമ്പോ മിനയിൽ ഇരുത്തിയിട്ട് 3.5 മണിക്കൂർ ഒരു ഉമ്മ ആരാണ്? ഒരു ഉമ്മാനെ ഏറ്റി നടന്ന് ഹജ്ജ് ചെയ്ത കുട്ടിയുടെ കഥ ഉസ്താദുമാര് ഹജ്ജ് വേളകൾ പറയാറുണ്ട്. നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. യുവാക്കളെ ഒന്ന് നെഞ്ചിലേറ്റേണ്ടത് നല്ലതാണ്. നമ്മുടെ ഉമ്മ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരു മകൻ, ഞാൻ അത് നീട്ടിപ്പറയേണ്ട സമയമല്ല, അത് ഹജ്ജ് വേളകൾ ഞങ്ങൾ എടുക്കാറുണ്ടാക്കുക. ഉമ്മാനെ ഏറ്റിക്കൊണ്ടുപോയി അൽഹംദുലില്ലാഹ്
60 ദിവസം പെറ്റ തള്ളയെ ഏറ്റി നടന്ന് ഹജ്ജ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നൊരു മകൻ, ആ മകൻ ഇങ്ങനെ പാട്ടുപാടുന്നൊരു സംഭവമുണ്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട്. അങ്ങനെ ചില കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ഉമ്മയെ ഏറ്റിക്കൊണ്ടുപോയി. സഹോദരങ്ങളെ, ഞാൻ 2-3 മിനിറ്റിലും ഒതുക്കട്ടെ. ഉമ്മാനെ ഏറ്റിക്കൊണ്ടുപോയി. എങ്ങോട്ട്? ഉമ്മാനെ ഏറ്റി നടന്ന് ചെയ്യിപ്പിക്കുന്ന ഉംറ. സഫാ കുന്നിൻ മുകളിലെ നടത്തെല്ലാം ഉമ്മാനെ ഏറ്റി പോകട്ടെ. ദുൽഹിജ്ജ 9 ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചാടി. ദുൽഹിജ്ജ 9 മതാഫിൽ വെച്ചുകൊണ്ട് പെറ്റ ഉമ്മാനെ ചുമരിലേറ്റിട്ട് لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. ما ചൊല്ലുമ്മ. ഒരു മകന്റെ തോൾ ചുമരിലാണ് ഉമ്മ ഉള്ളത്. 10-70 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മ. ആ ഉമ്മയോട് പറയും, ഉമ്മ കൂലി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ആ ഉമ്മ, പടച്ചവനെ എന്റെ മോനിക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഉമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അപ്പൊ ഉമ്മ അത് ചൊല്ലൂല. ഉമ്മ ചൊല്ലു, ഉമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അപ്പോഴും ആ ഉമ്മ, പടച്ചവനെ എന്റെ മോൻ നീട്ടുന്ന കരങ്ങൾക്ക് നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എന്റെ മോനെ ഒരു സ്ഥലത്തും കൊടുക്കരുതേ അല്ലാ. മിനയിലെ അറഫ വരെ നടക്കുന്നു. ഒരു ഉമ്മാനെ ഏറ്റിയിട്ട് അറഫ വരെ. അറഫ വരെ എന്ന് പറഞ്ഞ അത്യാവശ്യമുണ്ട് ഈ വാക്കളെ. അങ്ങനെ അപ്പോഴൊക്കെ ഉമ്മയോട് പറയും, ഉമ്മ തൽബിയത്ത് ചൊല്ലും ഉമ്മ. അപ്പൊ ഈ ഉമ്മ മകന് ഇങ്ങനെ ദുആ ചെയ്തു കൊടുക്കും. അറഫയിലെത്തി. എന്റെ കുട്ടികളെ, അനുജന്മാരെ, അറഫയിലെത്തി. എത്തിയ ഉടനെ ഉമ്മാൻ ഇറക്കി വെച്ചു. ഉമ്മാൻ ഇറക്കി വെച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ നേരെ ഖിബിലയിലേക്ക് അങ്ങ് തിരിഞ്ഞിരുന്ന് അല്ലാഹുമ്മ ഗ്ഫിർലി അബീ അല്ലാഹുമ്മ ഗ്ഫിർലി അബീ അല്ലാഹുമ്മ ഗ്ഫിർലി അബീ. പടച്ചവനെ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഒരു കുട്ടി ഉമ്മാനെ അറഫയിലങ്ങ് ഇറക്കി വെച്ചിട്ട് 2 കരങ്ങളങ്ങ് നീട്ടി എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ റഹ്മാൻ. അത് കേട്ടപ്പോ ബക്കത്തു ബുക്കാൻ, ഉമ്മ അങ്ങ് കരഞ്ഞു. ഉപ്പാക്ക് വേണ്ടി മോൻ ദുആ ചെയ്തപ്പോഴേ ഉമ്മ കരഞ്ഞു. കരഞ്ഞപ്പോ ഈ മോൻ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ഉമ്മാന്റെ കണ്ണീരിങ്ങനെ വടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ ഉപ്പാനെ ഏറ്റിക്കൊണ്ടുവന്ന് ഈ അറഫയിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ ഉപ്പ മരിച്ചു. എന്റെ ഉപ്പ പള്ളിക്കാട്ടിലാണ്. ഉമ്മാനെ ഞാൻ ഏറ്റിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ചില്ലേ, നീ ഉമ്മാക്ക് തോർന്നൂടെ? എന്റെ ഉപ്പാക്ക് തോർക്കാൻ ആരാളുള്ളത്? ഉമ്മ, ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തപ്പോ ഉമ്മാക്ക് വല്ല വിഷമം തോന്നിയോ? ആ പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, മോനെ നീ നിന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തതിന് പൊറുപ്പ് കൊണ്ട് കരഞ്ഞതല്ല, നീ ഗുഫ്ർലി അല്ലാഹുമ്മ ഗുഫ്ർലി അബീ എന്ന് പറഞ്ഞപ്പോ മോനെ നിന്റെ ഉപ്പ ഒരു വലിയ കല്ല് ചുമന്നിട്ടങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരട്ടാ എന്ന് പറഞ്ഞിട്ടങ്ങനെ പോകുന്നത് മോനെ എന്റെ കണ്ണിൽ കണ്ടടാ, എന്റെ കണ്ണിലങ്ങ് പതിഞ്ഞു. അന്ന് നീ എന്റെ വയറ്റിലാണ്. ഈ ഉമ്മ പറയാ, അന്ന് നീ എന്റെ വയറ്റിൽ 4-5 മാസമായിട്ടുള്ളൂ. നിന്റെ ഉപ്പാക്ക് കല്ല് ചുമക്കുന്ന ജോലിയായിരുന്നു മോനെ. ബാപ്പ കല്ല് ചുമന്നിട്ടാണ് എന്നെയും നിന്നെയും ഒക്കെ വളർത്തിയത്. നിന്റെ ഉപ്പ കല്ല് ചുമന്നിട്ടാണ് നമ്മളെ വളർത്തിയത്. അങ്ങനെ ഞാൻ നിന്റെ ഉപ്പാക്ക് ഭക്ഷണവുമായി തൂക്കുപാത്രത്തിൽ കഞ്ഞിയുമായി പോയി. അപ്പൊ നിന്റെ ഉപ്പ ഒരു വലിയ ഭാരമുള്ള കല്ല്, വലിയൊരു ഭാരമുള്ള കല്ലിങ്ങനെ ചുമക്കുന്നു. പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. നിന്റെ ഉപ്പ ഇങ്ങനെ പൊക്കും, പക്ഷെ പൊങ്ങുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഭക്ഷണപാത്രം ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഓടിപ്പോയിട്ട് മോനെ നിന്റെ ഉപ്പാനൊന്ന് സഹായിക്കാൻ ആ കല്ലിലെന്റെ കൈയൊന്ന് വെച്ചു. അപ്പൊ നിന്റെ വാപ്പ പറയാ, മാറിയിരിക്കടി, വിട്ടുപോ നീ. എന്റെ ഒരു ചോരപ്പൈതലിനെ ചുമന്നിട്ട് നീ എന്നെ കല്ല് ചുമക്കാൻ വരെ? മോനെ നീ എന്റെ വയറ്റിലുള്ളത് കാരണം നിന്റെ ഉപ്പ ആ കല്ല് തൊടാൻ പോലും സമ്മതിച്ചില്ല എന്നെ. ഞാൻ വിട്ടിരുന്നപ്പോ നിന്റെ വാപ്പ അങ്ങനെ കഷ്ടപ്പെട്ട്, നിന്റെ ഉപ്പ അങ്ങനെ കഷ്ടപ്പെട്ട് ആ വാപ്പ ചുമരിൽ കല്ലേറ്റിയിട്ട് വാപ്പ പറഞ്ഞു, ഇവിടെ ഇരിക്കട്ട, ഞാനിപ്പ വരാം എന്ന് പറഞ്ഞിട്ട്
മോനെ നിന്റെ ഉപ്പ അങ്ങനെ പോയി ആ കല്ല് ചുമന്നിട്ട് അത് അറഫീന്ന് എന്റെ കണ്ണിൽ അങ്ങ് പതിഞ്ഞു മോനെ. ഞാൻ അപ്പ അങ്ങ് കരഞ്ഞതാ. മോനെ നിന്റെ വാപ്പ പച്ച പാവമാണ്, കല്ല് ചുമന്നിട്ടാണ് എന്നെയും നിന്നെയും വളർത്തിയത്. നീ എന്നെ മറന്നാലും ജീവിതത്തിൽ നിന്റെ ഉപ്പാനെ മറക്കരുത്. നിന്റെ ഉപ്പ പാവമാണ്, എത്രയോ കല്ല് ചുമന്നത്. നിന്റെ ഉപ്പ സാധുവാണ്. അതുകൊണ്ട് മോനെ നീ എന്നെ മറന്നോ, നീ ഉപ്പാനെ മറക്കരുത്. അപ്പൊ എന്റെ മോൻ അറഫയിൽ വന്ന ഉടനെ ബാപ്പാക്ക് ദുആ ചെയ്തെന്ന് കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങ് കരഞ്ഞതാണ്. മുസ്ലിമീങ്ങളെ, ഇത് ഞാൻ അതും നീട്ടുന്നില്ല. ആ അറഫ, മിന, മുസ്ദലിഫ എല്ലാ സ്ഥലത്തും ഉമ്മാനെ ഏറ്റിക്കൊണ്ടുവന്ന് അൽഹംദുലില്ലാഹ് വിടവാങ്ങൽ തവാഫ് നടത്തി ഉമ്മാനെ ചുമരിലേറ്റിട്ട് അങ്ങനെ ഇബ്രാഹിം മഖാമിന്റെ അരികിൽ ഉമ്മയെ ഇറക്കി വെച്ചു. ആ കുട്ടി കഅബാലയത്തിന്റെ കില്ല പിടിച്ചങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാ. അപ്പോ ഇബ്രാഹിം മഖാമിന്റെ പരിസരത്തുള്ള മഹാന്മാർ ആ കുട്ടിയെ വിളിച്ചു, മോനെ യാ ബുനയ്യ തആൽ. ആ മോനെ വിളിച്ചിട്ട് പറയാ, മൻഹിയ, ആരാണീ കുഞ്ഞ്, ആരാണീ കുഞ്ഞ് എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറയാണ്, ആരാണ് ഈ ഉമ്മ? മൻഹിയ, ആരാണത്? ഹിയ ഉമ്മി, ഇതെന്റെ ഉമ്മയാ. അൽഹംദുലില്ലാഹ്. ഈ മോൻ അവിടെ നിന്ന് മത്താഫെന്ന് പറയാ, 60 ദിവസമായി എന്റെ ഉമ്മാനെ ഏറ്റി നടന്ന് എല്ലാ സ്ഥലത്തും അവസാനത്തെ വിടവാങ്ങൽ തവാഫ് വരെ എന്റെ ഉമ്മാനെ ഏറ്റി നടന്ന് ഞാൻ ചെയ്തു. ഇനി ഉമ്മാനെ ഏറ്റിട്ട് വീട്ടിൽ പോവുകയാണ്. എന്നിട്ടാ പറഞ്ഞു, യാ ഇമാമൽ മുത്തഖീൻ, തങ്ങളെ ഖാലൽ ജരീർ ഖുദൂഹു യാ മലായികത്തി, മലായികത്ത് എന്നെ നരകത്തിലേക്ക് ഞാൻ ചെയ്ത തെറ്റ് കാരണം എന്നെ നരകത്തിലേക്കെങ്ങാനും ഭരിക്കുന്നത് കണ്ടാൽ എനിക്ക് അവിടെ വെച്ച് പറഞ്ഞുകൂടെ മലക്കുകളോട്, എന്റെ ഉമ്മാനെ ഏറ്റി നടന്ന് 60 ദിവസം ഏറ്റി നടന്ന് ഹജ്ജ് ചെയ്ത കുട്ടിയാണെന്ന് പറഞ്ഞൂടെ? ലാ യാ ശബാബ്, ലാ യാ ശാബ്. മോനെ ഇല്ലടോ, നീ 60 ദിവസമല്ല 60 കൊല്ലം നിന്റെ ഉമ്മാനെ ഏറ്റി നടന്നാലും നിന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു എന്ന് പറയാൻ നിനക്ക് സാധ്യമല്ല. നീ 60 കൊല്ലം ഏറ്റി നടന്നാലും മോനെ നിന്റെ ഈ മൂർച്ചയുള്ള കത്തിയെടുത്തിട്ട് നിന്റെ മാറിടത്തിലുള്ള, നിന്റെ നെഞ്ചത്തുള്ള മാറിടത്തുള്ള എല്ലുകളെങ്ങാനും ഞാനിപ്പോൾ കൊത്തി മാറ്റിയാൽ, മുറിച്ചു മാറ്റിയാൽ നിന്റെ വേദന എത്രയായിരിക്കുമടാ? നിന്റെ ശരീരത്തിലുള്ള നരമ്പുകൾ ജീവനുള്ള നിന്റെ അരികിൽ നിന്ന് ഞാനെങ്ങാനും വലിച്ചെടുത്താൽ നിന്റെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് മോനെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. പാവമാണ് നിന്റെ ഉമ്മ. നീ 60 കൊല്ലം ഏറ്റി നടന്നാലും നിന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. യുവാക്കളെ, ആ ഉമ്മയാണോ ഞാൻ ഹജ്ജ് ചെയ്യിപ്പിച്ചു, ഉംറ ചെയ്യിപ്പിച്ച തള്ളയെ എന്റെ അനുജാ കാല് പിടിച്ച് ഉമ്മാനടച്ച കുട്ടി ഈ പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ നിന്റെ ഭാര്യ വരെ നിനക്ക് ശാപമായി നിൽക്കും. എവിടെയും നിനക്ക് രക്ഷയുണ്ടാവില്ല. ഉമ്മാന്റെ ശാപം അത് ആ നരകീയത്തിലേക്കുള്ള ശാപമാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അതുകൊണ്ടാ റസൂലുള്ളാഹി പറഞ്ഞത്, മൻ ഫദ്ദല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. മുഹമ്മദ് മുസ്തഫ വർക്ക് ചൊല്ലി, മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെക്കാളും ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്ന ഏതൊരു മനുഷ്യനും, അത് മുസ്ലിയാരാണെങ്കിലും ശരി, ഹാജിയാണെങ്കിലും ശരി, അവൻ ശാപത്തിന്റെ ഉടമയാണ്, ലഅനത്തിന്റെ ഉടമയാണ്. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. ആമീൻ പറഞ്ഞു, അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ഈ മുസ്ലിയാരെ വാഴ് കേട്ടിട്ട് നിങ്ങളിപ്പോ പോയി നിങ്ങളെ ഭാര്യ ഉമ്മയും തമ്മിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ആ സാധുവിന്റെ കഞ്ഞി ഉടക്കരുത് കേട്ടാ പോയിട്ട്. ഞാനിങ്ങനെ ഉമ്മാന്റെ മഹിമ പറയും ചെയ്തു. ഞങ്ങളുടെ ഉമ്മയും ഭാര്യയും തമ്മിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കുതിരയെ കഴുതെന്ന് വിളിച്ചിട്ട് ആ പെണ്ണിന്റെ കഞ്ഞി ഉടക്കരുത്. എന്നാ പിന്നെ ഈ സഭക്ക് വെറുതെ ഞാൻ ഉമ്മാന്റെ മഹത്വം അതങ്ങ് പറഞ്ഞപ്പം സൂചിപ്പിച്ചെന്ന് മാത്രം. ഭാര്യമാർക്ക് ഈ വീടുകളൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. നിങ്ങളെവിടെയും കുറവൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അത്യാവശ്യമുണ്ട്. ഈ അമ്മായി ഒരു അമ്മായിമ്മ ഉംറക്ക് പോകുന്നു എന്ന് കേട്ടാ ഞങ്ങളുടെ രാജ്യത്തുള്ള മരുമക്കളെ സന്തോഷം കാര്യങ്ങൾ
മരുമക്കൾക്ക് സ്വർഗം കിട്ടിയ എത്ര സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ എന്തടി വെച്ചാ മരുവോട് പറയും, ഒന്നുമില്ല ഉസ്താദെ, എന്റെ അമ്മായിമ്മ ഹജ്ജിന് പോകലും ഉംറക്ക് പോവുകയാണ്, അങ്ങനെങ്കിലും ഒരു 10 ദിവസം റാഹത്തായിട്ട് വീട്ടിലിരുന്നൂടെ ഉസ്താദെ. മരുമക്കളെ വാക്കുകളാണ് അത്. നിങ്ങളെ കുമ്പിടിയിലൊക്കെ ഉണ്ട്, എല്ലായിടത്തുള്ളതാണ്, എല്ലായിടത്തുള്ളൊരു മുസീബത്താണ്. ആ വിഷയത്തിൽ എല്ലാവരും തോറ്റിട്ടുമുണ്ട്. ഉസ്താദുമാരും തങ്ങന്മാരും ഒക്കെ തോറ്റിട്ടുണ്ട് ആ വിഷയത്തിൽ. ചില ഉസ്താദുമാരൊക്കെ ഉണ്ടാകും റമദാൻ 30 ദിവസം ചില കമ്മിറ്റിക്കാരും നഊദുബില്ലാ ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ലട്ടെ, ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല. ചില കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടാവും, ഉസ്താദേ റമദാൻ 30 ദിവസങ്ങൾ അനങ്ങരുതിട്ടാ. അപ്പൊ എന്താ ഈ ഉസ്താദ് പാറമ്മ മുളച്ചതാ? അല്ല, ഈ ഉസ്താദ് പാറമ്മ മുളച്ചതാ. ഒരു മെമ്പറായ മതിയെന്ന് കമ്മിറ്റിക്കാരന് അപ്പോഴേക്കിളകങ്ങൾ റമദാനിക്ക് എവിടെയും പോരുതിട്ടാ. റമദാൻ 30 ദിവസം ഒരു നല്ല കമ്മിറ്റി മെമ്പറാണെങ്കിലേ ഈ ഉസ്താദിനുള്ള മക്കളും ഉമ്മയൊക്കെ അവരെ കൂടെ ഒരു ദിവസമൊക്കെ നോമ്പറക്കണ്ടേ. നിങ്ങൾ വീട്ടിൽ പോണട്ടാ, നോമ്പറന്നിട്ട് വരണം, 2 ദിവസം അവിടെ നിൽക്കണം. ഇതാണ് സ്വാലിഹായ കമ്മിറ്റിക്കാര്. മറ്റേ കമ്മിറ്റിക്കാരാണെങ്കിൽ പോകരുത് എന്നറിയും. റമദാൻ 30 ദിവസം എന്നിട്ട് ആ ഉസ്താദ് സഹിച്ചു എന്ന് 30 ദിവസം കമ്മിറ്റിക്കാരൻ വല്ലതും പറയോ? പാവം ഈ ഉസ്താദ് 30 ദിവസം സഹിച്ചു. പെരുന്നാൾ ഖുത്ബ 7-7:30 മണിക്കൊക്കെ ഒരു 8 മണിക്കാ കൂട്ടിക്കോളി. അത് കഴിഞ്ഞാലെങ്കിലും പെട്ടെന്ന് പോയിട്ട് റമദാൻ 30 ദിവസം വീട് കണ്ടിട്ടില്ല. പെരുന്നാളിനെങ്കിലും 2 ചോരപ്പൈതനുണ്ട്, ഉപ്പച്ചി വാപ്പച്ചി എന്ന് വിളിച്ചടക്കുന്ന ചെറിയ കുട്ടിയാളുണ്ട്. ഇത് പാറമ മുളച്ച മനുഷ്യനൊന്നല്ലല്ലോ. അങ്ങനെ പെരുന്നാളെങ്കിലും നേരത്തെ പോകാന്ന് കരുതും. അങ്ങനെ പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഉണ്ടല്ല, വേഗത്തന്നെ രാത്രി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, ഉസ്താദൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പെരുന്നാൾ ഖുത്ബ ഉണ്ട് പോകാനാ. അപ്പൊ പ്രസിഡന്റ് വന്നിട്ട് പറയും, വല്ല റൂമിലേ ഇവിടെ പണ്ടേ ഉള്ളതാണ് പെരുന്നാൾ ഭക്ഷണം, അത് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നാ കഴിക്കൽ. ഈ പ്രസിഡന്റിന്റെ ചോറ് എന്ന് പറഞ്ഞ ചോറുണ്ട്, ഇത്ര മുസീബത്ത് ചോറ് വരല്ല, ഇത്ര മുസീബത്ത് ചോറ്. അപ്പോ ആരെങ്കിലും ഉണ്ടെന്ന് പൊറപ്പിച്ചായിരിക്കല്ലേട്ട് ആരും. അപ്പോ ഞാൻ പറയണേ, പ്രസിഡന്റ് വന്നിട്ട് പറയാ, ഈ പ്രസിഡന്റ് പറയണ്ടേ എപ്പ വരി 9 മണിക്ക് കഴിഞ്ഞിട്ട് 9 മണിക്ക് പോയിട്ട് നല്ലൊരു നാസ്തൊക്കെ കൊടുത്തിട്ട് ആ ഉസ്താദിനെ വിട്ടൂടെ? വിടൂലാന്ന്. ഉച്ചക്ക് ദൂരസ്കരിച്ചിട്ട് വരാൻ പറയും. ഈ ഉസ്താദിന്റെ ദൂന്ന് ആരേക്കുന്നു, നിങ്ങൾ നിൽക്കണ്ടല്ലോ, നിങ്ങൾ ആരേക്കും വിഷയം. എന്നിട്ട് ആ ഉസ്താദ് ഉച്ചവരെ സഹിച്ചിരിക്കുക, ദൂറ് കഴിഞ്ഞിട്ട് പോകുക. ഇപ്പൊ പ്രസിഡന്റിന്റെ വീട്ടിൽ ജോറായ പെരുന്നാളാ, പേരക്കുട്ടികളും പെങ്ങന്മാരും പെൺകുട്ടികളും ഒക്കെ വരിക. അവരൊക്കെ വന്നിട്ട് 2-2:30 മണിക്ക് ചോറ് വിളമ്പുന്നു. അതാ പ്രസിഡന്റ് ചോറ്, ഇത്ര മുസീബത്ത് പിടിച്ച ചോറ്. അങ്ങനെ 2-2:30 മണിക്കൊരു ചോറ് വിളമ്പിട്ടേ ആ ഉസ്താദ് കഴിച്ചു പോകുമ്പോഴേക്ക് രാത്രി ആയില്ല വീട്ടിൽ നിന്ന്. റമദാൻ 30 ദിവസം നാട് കണ്ടിട്ടില്ല, പെരുന്നാൾ നാട് കണ്ടില്ല. രാത്രി അപ്പോഴായിരിക്കും മോളെ അതോ ഈ ഉസ്താദ് വരുമ്പോ ആ ഉസ്താദിന്റെ ഉമ്മ ആ ഉസ്താദിന്റെ ഭാര്യനെ നീട്ടി വിളിക്കാം, മോളെ. അപ്പോഴേക്കും എന്റെ കുട്ടി വരുന്നുണ്ടാ. അൽഹംദുലില്ലാഹ് ആ വീടൊരു പെരുന്നാളന്നെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഉസ്താദ് കഷ്ടപ്പെട്ട് പെരുന്നാളിന് പ്രസിഡന്റിന്റെ ചോറും കടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പോകുക. എന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് എത്തിയപ്പോ ഉമ്മ റബ്ബർ ബന്ധ വായിട്ട പോലെ ഇങ്ങനെ ഇരിക്കണം, ഭാര്യ കൊബ്ബർ ബന്ധ വായിട്ട പോലെ അപ്പുറത്തിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ നരകല്ലേ? ആ പെരുന്നാളിന് നരകല്ലേ? അല്ലാഹു കാക്കട്ടെ. അപ്പൊ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞില്ല നോക്കണ്ട. ഉസ്താദുമാരൊക്കെ വിഷയത്തില് പ്രശ്നം തന്നെ. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അഭിവന്ദരായ തങ്ങൾ ഉസ്താദി നമുക്ക് നേതൃത്വം നൽകാൻ മജ്ലിസിലെത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാരും പുറത്തുള്ളവരൊക്കെ അടുത്ത് വന്നു, ഉള്ള കസാലൊക്കെ വന്നിരുന്നു, സഹകരിച്ചിരിക്കുക. അൽഹംദുലില്ലാഹ്. എന്റെ സഹോദരങ്ങളെ, അഭിവന്ദരായ തങ്ങൾ ഉസ്താദ്, ബായാർ തങ്ങൾ ഉപ്പാപ്പ, ഞാൻ നിങ്ങളോട് ബഹുമാനപ്പെട്ടവർ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ അവസ്ഥ പറഞ്ഞത്, അല്ലാഹു ഈ പ്രായത്തിൽ വല്ലാത്ത തൗഫീഖ് കൊടുത്ത നാവിന് അസറുള്ള ഒരു മുറഫക്കായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകാൻ വന്നിരിക്കുന്നത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ.
10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ മംഗലാപുരത്തെ ബായാറി എന്ന് പറയുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കായ ആളുകളൊടുക്കി അത് വെറുതെയല്ല. ഓരോ സഹോദരങ്ങളും അനുഭവിച്ചറിഞ്ഞ് പല നീറുന്ന പ്രശ്നങ്ങൾ 16-18 കൊല്ലമായി ഒരു സന്താനമില്ലാതെ കൽബ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ പരിഹാരം കണ്ട് സന്തോഷിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കുഞ്ഞിനെയും ചുമന്നിട്ട് ആ കുഞ്ഞുമായി പോകുന്ന കാഴ്ചകളിൽ ഞാനവിടെ പോയി ആ മജ്ലിസ് കണ്ടൊരു വ്യക്തിയാണ്. അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കിടാവിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ ഈ കൊച്ചു മജ്ലിസിലേക്ക് അവിടെ നോക്കുമ്പോൾ ഇതൊരു ചെറിയ മജ്ലിസാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുവന്ദരായ തങ്ങൾ ഉസ്താദി നമുക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ എനി നീട്ടുന്നത് അദബുകേടാണ്. എന്റെ നല്ലവരായ സഹോദരങ്ങളെ, അവിടുന്ന് പറയും ബാക്കി കാര്യങ്ങൾ. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് പ്രസംഗം കേട്ടപ്പോ ഒരിക്കലും തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു വെറുപ്പോ മറ്റോ ഉണ്ടാവാനല്ല ഞാനിത് പറഞ്ഞത്. ഞാൻ അഭിവന്ദനായ ഉസ്താദിനെ ഇരുത്തി ഒരു വാക്ക് നിങ്ങളോട് പറയട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. ഉമ്മാനെക്കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ ഭാര്യയെക്കുറിച്ച് വല്ലാത്ത മഹിമ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പുണ്യമുള്ള അമലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാൽ ഈ ചിരിക്കാത്ത മനുഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടാകും. ഭാര്യയോട് ഇന്നുവരെ ചിരിക്കാത്ത പടപ്പാള് അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഭാര്യയോട് ചിരിക്കാത്ത മനുഷ്യന്മാരത് ഭാര്യമാരോടൊന്ന് പുഞ്ചിരിക്കുന്നത് പുണ്യമുള്ള അമലാണ്. നമ്മുടെ ഭാര്യയോട് തമാശ പറഞ്ഞാൽ നസറത്ത് ബിഹിമുർ റഹ്മാ. ഞാനത് ഉപ്പാപ്പയെ ഇരുത്തിയിട്ട് റസൂലുള്ളാഹിന്റെ പേരക്കിടാവായ മുവഫഖായ നമ്മുടെ നേതൃത്വത്തെ ഇരുത്തി പറയുന്നത് ഭാര്യയെ തല്ലിക്കൊല്ലുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടും, ജീവിതം തുലയും. ഭാര്യയോട് കടുപ്പം കാണിക്കുന്ന ഒരാളും ഒരു സമാധാനത്തോടുകൂടെ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ കാണിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭാര്യ കരഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ സാധുവിന്റെ കവളത്ത് മുത്തം കൊടുത്ത് പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ ഭർത്താവിന് ശിക്ഷയുണ്ട്. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഭാര്യയോട് എപ്പോഴും നല്ല ചിരിയും കളിയും തമാശകളൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഭാര്യമാരുടെ മഹത്വം തിരിയണോ? ഒറ്റ ദിവസം മൂത്രത്തിൽ കിടന്നാൽ മതി. ഒറ്റ ദിവസം എന്റെ സഹോദരങ്ങളെ, ഞാൻ പേടിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അരികിൽ വെച്ചതുപോലെ നേരത്തെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മളെ ഭാര്യയോടായിരിക്കും വല്ല വെറുപ്പും വരുന്നത് പേടിച്ചത് കൊണ്ട് ഞാൻ എന്റെ നേതൃത്വത്തിന് മുന്നിൽ വെച്ച് ഈ രണ്ട് വാക്ക് പറഞ്ഞതാണ്. ഒറ്റ ദിവസം മൂത്രത്തിലങ്ങ് കിടന്ന ആരാണ് നമ്മുടെ ഭാര്യ എന്ന് എല്ലാവർക്കും തിരിയും. പച്ച പാവങ്ങളാണ്. ഞാൻ എന്റെ സംഘകുടുംബത്തിൽപ്പെട്ട ഒരു SSFകാരൻ ബൈക്ക് അപകടത്തിൽപ്പെട്ടവരെ കാണാൻ വേണ്ടി പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അവന് കാര്യമായ പരിക്കൊന്നുമില്ല. അവനെ കണ്ടിങ്ങോട്ട് മടങ്ങിയപ്പോ ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്നതെന്ന് വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് ടയറിന്റെ ഉള്ളിൽപ്പെട്ട് വലിച്ചെടുത്താലും അല്ലാഹു നമുക്കാക്കട്ടെ. അങ്ങനെ വേദന കൊണ്ട് പുളകി മറിയുമ്പോ അയാളെ ഭാര്യ തലഭാഗത്തിരുന്ന് മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു. മുസ്ലിമീങ്ങളെ, പർദ്ദ ധരിച്ച മുഖം മറച്ച ഒരു പെൺകുട്ടി ഈ ഭർത്താവിന്റെ ചാരത്തിരുന്ന് മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു. അയാളങ്ങ് കാട്ടിച്ചു. ഞാൻ നേതൃത്വത്തെ ഇരുത്തി ഒരു വാക്യാത്ത് പറയാം. അയാളങ്ങ് കാട്ടിച്ചപ്പോ ഈ പെണ്ണൊരു പ്ലാസ്റ്റിക്കിന്റെ കവറെടുത്തില്ല, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പേപ്പർ തൊട്ടില്ല. സ്വന്തം കൈകൊണ്ട് ഭർത്താവിന്റെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരുന്നു, ഒരു കൈകൊണ്ട് ഒഴിക്കുന്നു. രണ്ടാമത്തെ കൈകൊണ്ട് ഈ പെണ്ണ് ഭർത്താവിന്റെ ഗുഹ്യഭാഗം ചെറിയ കുട്ടികളുടെ ഗുഹ്യത്താനം കഴുകുന്നത് പോലെ ആ പെണ്ണങ്ങനെ വെള്ളമൊഴിച്ച് കഴുകിയപ്പോ അയാൾ അങ്ങ് കരഞ്ഞു വന്നു, പൊട്ടി അങ്ങ് കരഞ്ഞു വന്നു. എന്നിട്ടാണ് ചോദിക്കാൻ, ഞാൻ എല്ലാവർക്കും ഭാരായില്ലേ? ഞാൻ നിനക്കും കുട്ടികൾക്കും ഭാരായില്ലേ? ഈ പെണ്ണ് പറഞ്ഞു, ഞാനുള്ള കാലം നിങ്ങൾ കുടുങ്ങൂല.
മുസ്ലിമീങ്ങളെ ഒറ്റ ദിവസം മൂത്രത്തിലങ്ങ് കിടന്നാ നമ്മുടെ ഭാര്യ ആരാണെന്ന് തിരിയും. പാവങ്ങളാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ, ഭാര്യ മക്കൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഞാൻ ഇവിടുന്ന് നമ്മുടെ നേതൃത്വം വന്നപ്പോ ആ കലിമ പറഞ്ഞില്ലെങ്കിൽ ഒരു പേടി കൊണ്ട് പറഞ്ഞു പോയതാണ്. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഇൻഷാ അല്ലാഹ് അഭിവന്ദരായ നമ്മുടെ നേതൃത്വം നമുക്ക് നല്ലൊരു നസീഹത്ത് നൽകാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ജീവിതം, അവിടുത്തെ ഇപ്പോഴുള്ള തിരക്കും അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഇനി നീട്ടുന്നത് യോജിച്ചതല്ല. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ബറക്കത്തുള്ള കരങ്ങളെ കൊണ്ട് ഒരു വീട് ഇന്ന് പാവങ്ങൾക്ക് സമർപ്പിക്കുമ്പോ അതേ വാക്കുകൊണ്ട് തന്നെ ഇവിടുന്ന് പ്രഖ്യാപിക്കും. 2 വീട് പ്രഖ്യാപിക്കാൻ പോവുക. 2 വീട് അവിടുന്ന് ഈ സംഘകുടുംബങ്ങളുടെ അത്താണിയാണ്, ഈ പാവപ്പെട്ട മക്കളുടെ പ്രവർത്തകരുടെ അത്താണിയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടുന്ന് അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് സന്തോഷമാക്കി പെരുമാറട്ടെ. അല്ലാഹു ഈ ഒരുമിച്ച് കൂട്ടിയ ഇതിൽ പ്രവർത്തിച്ച പ്രവർത്തകർക്ക് അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും എന്ന് റസൂലുള്ളാഹ് പറഞ്ഞുവെങ്കിൽ, റസൂലുള്ളാഹിന്റെ അതും അവിടുത്തെ മക്കളിൽ, പേരക്കുട്ടികളിൽ പല രൂപത്തിൽ അല്ലാഹു പടച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മക്കളിൽ മുവഫഖായ നമ്മുടെ നേതൃത്വം അവര് ഇന്നൊരു വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ 2 വീട് ഇന്നിവിടുന്ന് പ്രഖ്യാപിക്കാൻ പോകുക. എന്റെ സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങള് നമുക്കതിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പണി തുടങ്ങും. ഇപ്പം അവിടെ നല്ലോണം ദുആ ചെയ്തു തരും, ഫലത്തപ്പെടും. ഞാൻ അവിടുത്തെ ദുആ ആ ലക്ഷക്കണക്കിന് ആളുകൾ ബയാറിലേക്കും നമ്മുടെ വളാഞ്ചേരി ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ നാടിന്റെ ഏത് ഭാഗത്ത് അവിടെ നിന്ന് വരുമ്പോ അത് ഫലം കണ്ടിട്ട് ഈ ജനം വരുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞവനാണ് ആ വിഷയത്തിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു തരാൻ പോവുകയാണ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ സഹായിക്കണം. എന്നോട് തങ്ങൾ ഉസ്താദ് പറഞ്ഞു പറയാൻ ഞാൻ ആ നിലക്ക്, അല്ലെങ്കിൽ തങ്ങൾ ഉസ്താദ് വന്ന ഞാൻ പിന്നെ ഇവിടെ വയത് പറയാറില്ല. എത്രയോ പ്രാവശ്യം തങ്ങൾ ഉസ്താദ് വരുവോളം വയത് അറിയുന്ന ആളെയാണ്. വന്ന ആ മിനിറ്റ് ഞാൻ അത് നൃത്തം ചെയ്യും. അതാണ് അദബ്. പക്ഷെ എന്നോട് പറയാൻ പറഞ്ഞപ്പോ ഞാനിത് പറയാം. ഇൻഷാ അല്ലാഹ് ഒരു 18 ലോഡ് കല്ല് നമുക്ക് വേണം. 18 ലോഡ്, ഒരു ലോഡ് കല്ലിന് 7 ഇൻസാന്ത് തങ്ങളുസ്താദ് നമുക്ക് ദുആ ചെയ്ത് ഓരോ ലോഡ് കല്ല്, 18 ലോഡ് കല്ല് വേണം. ആരെങ്കിലും ആ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഓരോ ലോഡ് കല്ല് തുടക്കം എന്ന നിലക്ക് അടുത്ത വീടിന്റെ ഒരു തുടക്കം എന്നോട് പറയാൻ പറഞ്ഞാണ്. അവിടുന്ന് നമുക്ക് ദുആ ചെയ്ത് പറഞ്ഞ ഒരു ലോഡ് കല്ല്. സഹോദരൻ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 7000 രൂപ ഒരു ലോഡ് കല്ലിന്, 18 ലോഡ് കല്ല്. ഞാൻ അതിപ്പോ ചോദിക്കും, അത് തങ്ങൾ ഉസ്താദ് വേറൊന്നും ചെയ്യും. അതാ വേറെ അല്ലേ? ഒരു ലോഡ് കല്ല്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ലോഡ് 2 ലോഡായി, 2 ലോഡ് കല്ല്, 18 ലോഡ് വേണം. ഇവിടെ സഹോദരൻ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. 3 സഹോദരങ്ങൾ, അതാ 4 ലോഡ് കല്ല്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വെറുതെ ആവില്ലട്ടാ. ഞാൻ അപ്പോഴേക്ക് ഞാൻ 2 വാക്കുകൂടെ പറയാൻ വിചാരിച്ചപ്പോഴേക്ക് തങ്ങളുടെ എത്തിയുണ്ടാവും. ഞാൻ അവിടുത്തെ ജീവിതം ഒന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഈ അവിടെ ഇരുത്തി പറയുന്ന മോശം, നിങ്ങൾക്കത് പലതും. 4 ലോഡ്, 4 ആളുകൾ ഒരു ലോഡ് കല്ല്.